ഹരേ കൃഷ്ണ. ഇന്ന് പരിക്രമിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് വന്നിട്ട് ജാനുദ്വീപ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് പാദസേവനത്തിനാണ് ഈ ജാനുദ്വീപ് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. അപ്പോൾ ജാനുദ്വീപിൽ ആക്ച്വലി നിത്യാനന്ദ പ്രഭു വന്നിട്ട് ഇങ്ങനെ പരിക്രമിന് എല്ലാവരെയും ചൈതന്യ മഹാപ്രഭു തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോയപ്പോൾ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു എവിടെയൊക്കെയാണ് ലീല ചെയ്തു ആ സ്ഥലത്തിലൊക്കെ ഭക്തന്മാരും മറ്റ് ഗോസ്വാമി ഇവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഓരോ ലീല ചെയ്യുന്ന സ്ഥലത്തോട്ട് നിത്യാനന്ദ പ്രഭു വന്ന് ഈ ലീലകളെല്ലാം വർണ്ണിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൽ ഈ ജാനുദ്വീപിൽ എന്താ പറയുക, വന്ദനം എന്ന് പറയുന്ന നവൈത ഭക്തിയിൽ ഒരു മാർഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു സമുദ്രസേന എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ സമുദ്രസേന രാജാവ് വന്നിട്ട് വലിയൊരു ഭക്തനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്ത് ഭീമൻ പാണ്ഡവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാണ്ഡവർ വന്നിട്ട് അവരുടെ രാജ്യം എക്സ്പാൻഡ് ചെയ്യാനും ടാക്സ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ സ്ഥലത്ത് വന്നിട്ട് സമുദ്രസേന രാജാവിൻ്റെ അടുത്ത് യുദ്ധത്തിന് വേണ്ടി ഭീമൻ വരുന്ന കാര്യം സമുദ്രസേന രാജാവിന് മനസ്സിലായി. പിന്നെ സമുദ്രസേന രാജാവ് എന്താ ചെയ്യുക, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഭീമൻ്റെ ശക്തി അല്ലെങ്കിൽ പാണ്ഡവരുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, അത് ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ. അപ്പോൾ ഇദ്ദേഹം വലിയ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഭഗവാനെ കാണാൻ ഇതിനപ്പുറം ഇനിയൊരു അവസരം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഭീമനെ പിടിച്ച് കെട്ടിയാൽ തീർച്ചയായും ഭീമനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം ഭീമനെ എല്ലാ സൈന്യങ്ങളും ഒരുക്കി, ആനപ്പട, കുതിരപ്പട, മറ്റു പടന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് ഭീമൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്തു. ഭീമനും ഒന്നിച്ച് ഒപ്പം തന്നെ അസ്ത്രം മഴ പോലെ പെയ്തിരുന്നാലും ഭീമന് വന്നിട്ട് സമുദ്രസേനയുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചില്ല. ഭീമൻ തോറ്റുപോകും എന്നുള്ള അവസരമായപ്പോൾ ഭീമൻ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാനെ വിചാരിച്ചു, ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഈ യുദ്ധത്തിൽ ഞാൻ തോറ്റാൽ അത് എനിക്ക് വലിയ നാണക്കേടായിരിക്കും, കാരണം ഭഗവാൻ ഉണ്ടായിട്ട് പോലും ഞാൻ തോറ്റുപോയി എന്ന് ആൾക്കാർ വിചാരിക്കും എന്ന് ഭീമൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ആ സമയത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് ഭീമനും മനസ്സിലാകുന്നില്ല കൃഷ്ണൻ അവിടെ ഉള്ളത്, മറ്റാർക്കും മനസ്സിലായില്ല. പക്ഷേ സമുദ്രസേന രാജാവിന് കൃഷ്ണനെ കാണാൻ സാധിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു, കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. അങ്ങനെ സമുദ്രസേന രാജാവ് ഭഗവാനെ കണ്ടതും അങ്ങ് കരഞ്ഞിട്ട്, കാരണം ഭഗവാന്റെ ആ സൗന്ദര്യമെല്ലാം കണ്ടിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതേ സമയത്തിൽ ഭീമൻ എന്ത് ചോദിച്ചാൽ യുദ്ധം വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് സമുദ്രസേന രാജാവിനെ തോൽപ്പിക്കും. യഥാർത്ഥത്തിൽ സമുദ്രസേന രാജാവ് ഭഗവാനെ കണ്ട് ആ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടാണ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഭീമൻ വിചാരിക്കും അദ്ദേഹം തോറ്റുപോയത് കൊണ്ട് കരയുകയാണ് എന്ന് വിചാരിക്കും. അങ്ങനെ സമുദ്രസേന രാജാവിന് ഭഗവാൻ എങ്ങനെ ദർശനം കൊടുക്കും വെച്ചാൽ ഗൗരംഗനായിട്ട് ദർശനം കൊടുക്കും. അങ്ങനെ ആ സൗന്ദര്യം കണ്ട് പക്ഷേ ലോകം മുഴുവൻ അറിയപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഭീമൻ സമുദ്രസേന രാജാവിനെ തോൽപ്പിച്ചു എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് സമുദ്രസേന രാജാവിന് എന്താ പറയുക, ഇങ്ങനെ ഒരു ഭഗവാനെ കാണാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. അതിനുശേഷം ഭീമൻ അവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും തിരിച്ച് ഭീമൻ്റെ സ്ഥലത്ത് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇവിടെ ജാനവി എന്ന് പറയുമ്പോൾ ഗംഗാ നദിയാണ്. ഈ ഗംഗയിൽ മിൽക്ക് ഓഷൻ, അതായത് ക്ഷീരസാഗരം വന്നിട്ട് സറണ്ടർ ചെയ്യും. അവിടെ വന്നിട്ട് അതിൻ്റെയോടൊപ്പം മെർജാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ ഗൗരംഗനായിട്ട് ഇവിടെ വന്ന് ലീല ചെയ്യുമ്പോൾ ആ സമുദ്രത്തിനും ആ ലീലയിൽ പങ്കെടുക്കാം എന്നുള്ളത് കൊണ്ട് അവർ വന്നിട്ട് ഈ ഗംഗയുമായിട്ട് മെർജാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഭഗവാന്റെ പാദസേവനമാണ്. അപ്പോൾ ഗൗരംഗൻ എന്നേക്കുമായിട്ട് ഈ സ്ഥലത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ
സ്ഥലത്തിൻ്റെ പേരാണ് സമുദ്രഘാട്ട്. आगे बढ़ते रहिए, आगे बढ़ते रहिए। शरणाम देते हो शरणाम देते